രാഷ്ട്രപതിയുടെ റെഫറൻസിൽ നിലപാട് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. സമയപരിധി നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. ഓരോ തർക്കവും വ്യത്യസ്തമെന്നും ജസ്റ്റിസ് ബി.ആർ. ഗവായ് വ്യക്തമാക്കി. സർക്കാരിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടായില്ലെന്നും വിരമിച്ച ശേഷം ഒരു പദവിയും ഏറ്റെടുക്കില്ലെന്നും ജസ്റ്റിസ് ബി.ആർ. ഗവായ് പറഞ്ഞു. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ സുപ്രധാനമായ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്, രാഷ്ട്രപതിയുടെ റെഫറൻസിന്മേൽ. അതിനുള്ളൊരു വിശദീകരണമാണോ? അത് ഏത് സാഹചര്യത്തിലായിരുന്നു? എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്? ഈ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബി.ആർ. ഗവായ് ഇന്നാണ് ആ ചുമതല ഒഴിയുന്നത്. നാളെ ജസ്റ്റിസ് സൂര്യകാന്ത് 53ാമത് ചീഫ് ജസ്റ്റിസായി ഇന്ത്യയുടെ ചുമതല ഏറ്റെടുക്കും. അതിന് മുന്നോടിയായിട്ട് നടത്തിയ ഒരു പ്രതികരണത്തിലാണ് അദ്ദേഹം ഈ രാഷ്ട്രപതിയുടെ റെഫറൻസ്, അദ്ദേഹം വിരമിക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായിരുന്നു. ആ വിധിയെക്കുറിച്ച് അതിന്റെ നിലപാട് വ്യക്തമാക്കി. അതിൽ അദ്ദേഹം പറയുന്നത് ഈ സമയപരിധി, അത് രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ ഈ ഗവർണർമാർ ഈ ബില്ലുകളിന്മേൽ ഈ കൃത്യമായ ഒരു സമയപരിധി നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല, അതിന് ഭരണഘടന അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് പറയുന്നത്. ഓരോ തർക്കവും ഇക്കാര്യത്തിൽ വ്യത്യസ്തമാണ്, അതിന് സംസ്ഥാനങ്ങൾ തന്നെ ഇടപെടണം. എന്നാൽ അന്ന് ഈ വിധിയെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. കാരണം ഈ രാഷ്ട്രപതിക്ക് ഒരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി പറയുന്നതിനോടൊപ്പം തന്നെ അധികകാലം ഒരു ബില്ലിന്മേൽ അത് കാലതാമസം വരുത്തുക, അതും ശരിയല്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു. അക്കാര്യത്തിലാണ് ഒരു നിലപാട് ഇപ്പോൾ തുറന്നു പറയുന്നത്. മാത്രമല്ല ആ വിധിയിന്മേൽ സർക്കാരിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വിരമിച്ച ശേഷം ഈ ഏതെങ്കിലും സർക്കാർ പദവികൾ ഏറ്റെടുക്കുമ്പോൾ, ഗവർണർ അടക്കമുള്ള പദവികൾ ഏറ്റെടുക്കുമോ എന്ന കാര്യവും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗവർണർ എന്നത് ചീഫ് ജസ്റ്റിസിന്റെ താഴെയുള്ള പദവിയാണ്, അതൊരിക്കലും താൻ ഏറ്റെടുക്കില്ല. അത് മാത്രമല്ല ഈ സർക്കാരിൻ്റെതെന്നല്ല ഒരു പദവിയും താൻ ഏറ്റെടുക്കില്ല. വിരമിച്ച ശേഷം ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും താൻ ഡൽഹിയിൽ വരുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ കൊളീജിയത്തിൽ ഈ വനിതാ ജഡ്ജിമാരുടെ കുറവ്, ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. ഈ വനിതാ ജഡ്ജിമാരുടെ ഈ കുറവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വനിതാ ജഡ്ജിമാരെ ശുപാർശ ചെയ്തിരുന്നു സുപ്രീം കോടതിയിലേക്ക്, പക്ഷേ കൊളീജിയത്തിൽ ഒരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് വനിതാ ജഡ്ജിമാർ ഇല്ലാത്തത്. പല പേരുകളും പരിഗണനയിൽ വന്നിരുന്നു എന്നും ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. അതാണ് വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് വിവിധ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിന്മേലുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. അത് ഒരിക്കൽ കൂടി പറയുകയാണ്, സുപ്രീം കോടതിക്ക് അത്തരത്തിലേക്കൊരു പരിമിത കാലയളവ് എന്ന് നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിൽ സുപ്രീം കോടതിക്ക് പരിമിതിയുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഒപ്പം മറ്റ് വിഷയങ്ങളിൽ കൂടി നിലപാട് വ്യക്തമാക്കുന്നു ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.